നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലണ്ടനിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. കൂലി നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ ലണ്ടനിൽ 3 പ്രവാസികളാണ് ഇപ്പോൾ കുത്തേറ്റ് മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. 3 പേരും സിഖുകാരാണ്. നിർമ്മാണ തൊഴിലാളികളായ ഹരീന്ദ്രകുമാർ എന്ന 22 വയസ്സുകാരനും നരേന്ദ്രൻ സിംഗ് എന്ന 26 വയസ്സുകാരനും ബൽജിത് സിംഗ് എന്ന 34 വയസ്സുകാരനുമാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രി ലണ്ടനിലെ ഇൻഫോയിഡിയിലെ സെർവിംഗ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത്. സംഭവത്തിൽ 2 സിഖ് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ജോലി ചെയ്ത കൂലി നൽകിയില്ല എന്നാരോപിച്ച് യുവാക്കളാണ് തമ്മിൽ തർക്കം തുടങ്ങിയത്. ഈ തർക്കം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും അവസാന ഘട്ടത്തിൽ പ്രതികൾ ഈ 3 പേരെയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കുത്തേറ്റ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടതാണ് ഏറെ ഖേദകരമായ കാര്യം. പാകിസ്ഥാനിലെ നങ്കാങ്ക സാഹിബ് ഗുരുദ്വാരയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മുമ്പ് സിഖ് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. പെഷൻവാറിലാണ് ഈ സംഭവം നടന്നത്. പാകിസ്ഥാനിലെ ആദ്യ സിഖ് വിഭാഗക്കാരനായ വാർത്താ അവതാരകൻ ഹമീർ സിംഗിന്റെ സഹോദരൻ 25-കാരനായ രവീന്ദ്ര സിംഗ് ആണ് അന്ന് കൊല്ലപ്പെട്ടത്. ചങ്കാനി പോലീസ് സ്റ്റേഷൻ സമീപത്തു നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം അന്ന് ലഭിച്ചത്. കൊലയാളിയെ അന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് അന്ന് വ്യക്തമാക്കിയത്. അന്ന് ഈ സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇത്തരം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടുവാനും മാതൃകാപരമായി ശിക്ഷിക്കുവാനും പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റു രാജ്യങ്ങളെ ധാർമ്മികത ഉപദേശിക്കുന്നതിന് പകരം പാകിസ്ഥാൻ തങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും പ്രവാസികളെ ഒന്നടങ്കം ഭയപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ ലണ്ടനിൽ നിന്ന് പുറത്തു വരുന്നത്. കൂലി കൊടുത്തില്ല എന്ന തർക്കത്തിനൊടുവിൽ 3 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.